വിശുദ്ധ ദിവസത്തിന്റെ അതിരാവിലെ അപ്പച്ചന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി, സന്ദർഭത്തിനായി, നല്ല ആയുസ്സിനായി, ആരോഗ്യത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പസമയോടത്തെ വചനമായ അപ്പച്ചന്റെ സന്നിധിയിൽ നിൽക്കട്ടെ നാഥ. അവിടുത്തെ കൃപയിൽ അടിയിലെ നിർത്തണമേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യം അടിയുടെ മേൽ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയന്റെ കുറവുകളൊക്കെയും അടിയനോട് ക്ഷമിക്കണമേ. എന്റെ ബലഹീനതയിൽ അപ്പന്റെ ശക്തി തികഞ്ഞു വരേണ്ടതിന് ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തിന്റെ വചനം ചിന്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ അവിടുത്തെ കൃപയിൽ ഒരുക്കണം, നിർത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി യേശു പറഞ്ഞ വിതയ്ക്കുന്നവന്റെ ഉപമ 3 സുവിശേഷങ്ങളിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും വിതയ്ക്കുന്നവന്റെ ഉപമയെ പറ്റി യേശു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ വിതയ്ക്കുന്നവന്റെ ഉപമ വളരെ അർത്ഥവത്തായ ഉപമ ഈ കൃപായുഗത്തിന്റെ മുഴുവൻ കാലഘട്ടത്തെയും ഈ വചനങ്ങളിൽ നമുക്ക് ചിത്രീകരിച്ച് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവവചനത്തെ വിവിധ നിലയിലുള്ള ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നതും അതിൻ്റെ അനന്തരഫലമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വേരുകെട്ടാത്ത വയലിലെ പരുക്കൻ പാതകൾ കല്ലും മുള്ളും പറക്കി കളഞ്ഞ് നന്നായി ഉഴുത് ഗോതമ്പ് വളരത്തക്ക വിധം ശരിയായി ഒരുക്കിയതിനാൽ ഇതിനാണ് നല്ല നിലം എന്ന് പറയുന്നത്. ഇതൊരു വചനത്തിന്റെ വ്യാഖ്യാനമാണ്. വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാനിവിടെ വായിച്ചത്. അതുപോലെ തന്നെ യേശു ഉപമകൾ ഉപയോഗിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. കേൾക്കുന്നവർക്ക് കൂടുതൽ താല്പര്യം ഉളവാകുവാനും ഉപമകളിലൂടെ ചില കാരണങ്ങൾ പ്രസ്താവിച്ചതായി വചനത്തിൽ കാണുന്നതാണ്. അതുപോലെ താല്പര്യമുള്ളവർക്ക് കേൾക്കുവാൻ പുതിയ സത്യങ്ങൾ അറിയുന്നതിന്, ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനും യേശു ഭൗതിക കാര്യങ്ങളെ ഉപമകളായി ഉപയോഗിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പറയുന്നത്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നു, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയ മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8:14 പറയുന്നു, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഒരു ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. ഇവിടെ പറയുന്നത് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് എങ്ങനെയാണ് വളരുന്നത് എന്നാണ്. നമുക്കറിയാം, വഴിയിൽ വീണതും പാറസ്ഥലത്ത് വീണതും ഒന്നും മുളച്ചു വരുന്നതായി കാണുന്നില്ല. എന്നാൽ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് അത് മുളച്ചു വരുന്നുണ്ട്. മുള്ളുകളാൽ ഞെരുങ്ങിയിട്ട് പലവിധമായുള്ള ഞെരുക്കങ്ങളാൽ, അത് ഏത് തരത്തിലുള്ള ഞെരുക്കങ്ങളാണെന്ന് കാണുന്നത്, അത് ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾ കേൾക്കപ്പെടുന്ന വചനത്തിന് അനുസരിച്ച് നമുക്ക് ആത്മീകമായി മുന്നേറുവാനോ വളരുവാനോ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ ആയിരിക്കും. കാരണം ഈ ലോകത്തിൽ
ലോകത്തിന്റെ ചിന്ത. എന്തെല്ലാം ചിന്തകളാണ് നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള ചിന്തകൾ, ഭാരങ്ങൾ നമ്മളെ ഞെരുക്കി കളയുന്നു. നമ്മൾ ആത്മീകമായി മുന്നേറുവാൻ കഴിയാതെ അമർത്തപ്പെടുന്നതായ പലവിധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ധനത്തിന്റെ ചിന്ത. എന്താണ് ധനത്തിന്റെ ചിന്ത? വചനം പറയുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അങ്ങനെ 3 കാരണമാണ് നമ്മളെ കുടുക്കിക്കളയുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നതിന് ആയ 3 ചിന്തകളാണ് ഈ പറഞ്ഞത്. ഒന്ന് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് 3 നമ്മുടെ ആത്മീകന്റെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരുവാൻ കഴിയാതെ കുടുക്കി കളയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മക്കൾക്കും, എല്ലാ വ്യക്തികൾക്കും ഈ 3 ചിന്തകളിൽ ഉള്ള ഏതെങ്കിലും ഒരു ചിന്തകളില്ലാത്ത ഒരു മനുഷ്യനെ പോലും നമുക്ക് ഒരിക്കലും കാണുവാൻ സാധിക്കുകയില്ല. ഈ ചിന്തകളിൽ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ അവരെ കുടിക്കൊണ്ടിരിക്കും എപ്പോഴും. ഈ ലോകത്തിൽ നമുക്ക് അങ്ങനെയുള്ളവരെ കാണുവാനായി സാധിക്കുന്നില്ല എന്നാണ് വചനം പറയുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ വചനം കേൾക്കുന്നവരാണ്. എന്നാൽ വചനം വേണ്ടത്ര വിധത്തിൽ വളരുവാനോ ക്രിയ ചെയ്യുവാനോ കഴിയാതെ അത് നമ്മളെ ഞെരുക്കി പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടുവന്നിട്ട് ആത്മീകമായി വളരുവാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. നമ്മൾ ഒരിക്കലും ആത്മീകമായി വളരുവാൻ സമ്മതിക്കാതെ നമ്മളെ ഞെരുക്കി നമ്മുടെ വായ തുറക്കാതെ നമ്മളെ ഇല്ലായ്മയാക്കാൻ ചെയ്യുന്ന ദുഷ്ടശക്തികളോട് എതിർത്ത് നിൽക്കുവാനുള്ള ദൈവത്തിന്റെ വചനമെന്ന ആയുധം ധരിച്ചില്ലെങ്കിൽ നമ്മളെന്നും ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വരും. വചനത്തിൽ പറയുന്നു, നമ്മൾ കാലക്കണക്ക് നോക്കിയാൽ നമ്മൾ ഉപദേഷ്ടാക്കന്മാർ ആകേണ്ട സമയം എത്രയോ കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും ശിശുക്കളായിരിക്കുകയാണ്. പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തില് ആത്മീകമായി നമ്മൾ ഇപ്പോഴും വെറും ശിശുക്കളെ പോലെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. എത്രയോ വർഷങ്ങളായി നമ്മൾ വചനം കേൾക്കുന്നു, ഇപ്പോഴും നമ്മൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശിശുക്കളായിരിക്കുകയാണ്. നമുക്ക് വേണ്ടത്ര ആത്മീകമായി വളർച്ചയില്ലാതെ മുരടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് മുരടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അത് എന്താണെന്ന് വെച്ചാല് ദൈവവചനമാകുന്ന വിതയ്ക്കപ്പെട്ട വിത്ത് ഉള്ളിനിടയിൽ വീണ് അത് അമർന്നിരിക്കുന്നത് കൊണ്ട് ഞെരുങ്ങി അത് വേണ്ടത്ര രീതിയിൽ വളരുവാൻ കഴിയാതെ പിശാച് അതിനോട് ഞെരുക്കിയിടുന്ന അവസ്ഥയിലാണ് കാണുവാനായി സാധിക്കുന്നത്. നമ്മൾ ജനിച്ചപ്പോഴും മുതൽ 10, 50, 60, 65 വർഷങ്ങളായി നമ്മൾ ഈ വചനം കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ എപ്പോഴും ഈ വചനം ചിന്തിച്ചപ്പോൾ ഒരുപാട് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. നമ്മൾ ഇത്ര വർഷങ്ങളായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എണീറ്റ് നമ്മളോട് വചനങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളാകുന്നു വചനം പറഞ്ഞു കൊടുക്കേണ്ടത്. ആ കുഞ്ഞുങ്ങൾ നമ്മളോട് വചനം സംസാരിക്കുക എന്ന്. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ദൈവാലയത്തിൽ മടിച്ച് ക്ഷീണിച്ച് അസ്വസ്ഥരായി ഇരിക്കുമ്പോൾ, വചനം പറയാൻ മടിച്ചിരിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എണീറ്റ് നിന്ന് നമ്മളോട് വചനം പറയുമ്പോൾ നമ്മൾ ഇത്ര നാൾ ജീവിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കേട്ട വചനത്തിൻ്റെ ഒരു പകുതി പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ടിട്ടില്ല. കാരണം നമ്മൾ ചെറുപ്പം മുതൽ ഈ വചനത്തിൽ കേട്ടും വളർന്നും വന്നതായ നമ്മൾ ഇന്ന് അടങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എണീറ്റ് നിന്ന് നമ്മളോട് വചനം
സംസാരിക്കുമ്പോൾ അവരിൽ വിതച്ചതായ വിത്ത് മുളയ്ക്കപ്പെടുവാൻ ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടുള്ള ഒരു വലിയ ബന്ധമാണ് ഈ സ്ഥാനത്ത് എണീറ്റ് നിൽക്കാൻ അവരെ നിർബന്ധിക്കുന്നത്. ആ സ്നേഹത്തിൽ അവർ വളരുവാനും ദൈവമാക്കിയിരിക്കുന്ന എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി നിൽക്കുവാനും തക്കവണ്ണം ദൈവം ധാരാളമായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ അല്ലാതെ നമ്മൾ ഓർത്ത് നോക്കിയേ, നമ്മുടെ വീട്ടില് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ സമ്മതിക്കുമോ? ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇപ്പൊ നിങ്ങൾ അത്ര ആകണ്ട എന്നാ നമ്മൾ പറയുള്ളൂ. പക്ഷെ ദൈവസന്നിധിയില് നമ്മുടെ കുഞ്ഞുങ്ങള് എണീറ്റ് നിൽക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുവാനും അവരുടെ കുറവുകളെ തിരുത്തി കൊടുക്കുവാനും അവരോടൊപ്പം നമ്മൾ ആ ദൈവകൃപയിൽ വളർന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളൊക്കെ ഏറ്റവും അടുത്തിരിക്കുകയാണ്. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. എന്നാൽ നമുക്കറിയാം, അനേക ഭക്തന്മാരുടെ ജീവിതത്തില് ഈ മുള്ള് അവരെ ഞെരുക്കി കളയുവാൻ സമ്മതിക്കാതെ ആ മുള്ളിനിടയിൽ കൂടെ അവർ വളർന്നു വരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർക്കൊക്കെ ജീവിതത്തില് എന്ത് അറിവുകൾ ഉണ്ടായിട്ടാണ്, അവരുടെ ജീവിതത്തിൽ ഭാരങ്ങളും മുള്ളുകളും ഇല്ലാഞ്ഞിട്ടാണോ അവർ വചനവുമായി നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് ഉപദേശിച്ചു തന്നതും? അനേകം മുള്ളുകളെ വളരാൻ സമ്മതിക്കാതെ അതിനെയൊക്കെ അമർത്തിക്കളഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ അവർ വളർന്ന് നമുക്ക് ആ മാതൃക കാണിച്ചു തന്നതുകൊണ്ട് ഇന്ന് നമ്മൾ മിണ്ടാതെ ആയിരുന്നാലും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ജോസഫിന്റെ ജീവിതത്തിലെ പോലെ നമ്മുടെ മുള്ളുകൾ നമ്മുടെ കുടുംബത്തിലും കൂട്ടു സഹോദരങ്ങളിലും നമ്മുടെ ബന്ധുക്കളിലും ഒക്കെ ആയിരിക്കും. ജോസഫിന്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച മുള്ളുകള് അവന്റെ കുടുംബത്തിൽ തന്നെയായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഹോദരങ്ങളിലും ഒക്കെ ആയിരിക്കും നമ്മുടെ മുള്ളുകള്. അതിനൊന്നും വളർന്നു വരാൻ സമ്മതിക്കാതെ ദൈവകൃപയിൽ അതിനെ അമർത്തിക്കളഞ്ഞ് ജീവിക്കുവാനുള്ള ദൈവകൃപ ഈ നാളുകളിൽ പ്രാപിച്ചെടുക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അതുപോലെ നമ്മൾ ആർക്കെങ്കിലും മുള്ളുകളായി തീർന്നിട്ടുണ്ടോ? നമ്മളുടെ വാക്കുകള്, ചിന്തകള്, പ്രവർത്തനങ്ങള് എന്തെങ്കിലും മറ്റുള്ളവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ കാരണമായി തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യണം. അതിനൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ കടപ്പെട്ടവരാണ്, ഉത്തരവാദിത്വം പറയേണ്ടവരാണ്. ജോസഫിന്റെ ജീവിതത്തിലും അവന്റെ സഹോദരങ്ങളായിരുന്നു അവന്റെ മുള്ളുകൾ. ജോസഫിനെ അവർ പൊട്ടക്കിണറ്റിലിട്ടു. എങ്കിലും അവന്റെ ഹൃദയത്തിൽ വീണിരുന്ന ആ വചനമെന്ന വിത്താകുന്നു അവനിൽ ലഭിച്ചതായ ആ ദർശനം, ആ സ്വപ്നം അവനെ അതിൽ നിന്ന്, ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറുവാൻ ഇടയായി തീർന്നത്. വീണ്ടും അവന്റെ മുള്ളുകൾ ആ പൊത്തിപ്പേറിന്റെ ഭവനത്തിലായിരുന്നു. പൊത്തിപ്പേറിന്റെ വീട്ടിലെ ആ മുള്ളിനിടയിലും ആ വചനം എന്ന വിശ്വസ്തയോടെ അവൻ നിന്നതുകൊണ്ട് ആ പൊത്തിപ്പേറിന്റെ വീട്ടിലെ മുള്ളിനിടയിൽ നിന്നും വീണ്ടും അവന് പുറത്തു വരുവാൻ ഇടയായി തീർന്നു. വീണ്ടും അവന് കാരാഗ്രഹമാകുന്ന മുള്ള്. ആ കാരാഗ്രഹത്തിലും മുള്ളിനിടയിൽ ഞെരുങ്ങി വളരുന്ന വിത്ത് പോലെ അവന് വളരുവാൻ ഇടയായി തീർന്നു. ഒരു ആത്മീകന്റെ ജീവിതത്തില് ലോകം വന്നാലും ജഡമോഹം വന്നാലും കൺമോഹം വന്നാലും അവൻ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അവയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കുകയില്ല. ദൈവം അവയിൽ നിന്നൊക്കെയും അവനെ വിടുവിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു റോസാ പുഷ്പത്തെ നോക്കിയാല് ആ റോസാ പുഷ്പം എത്രയോ മുള്ളുകൾക്കിടയിൽ കൂടി എത്രയോ ഭംഗിയായി ആ ശോഭയേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൂവായി വളർന്നു വന്ന് എത്രയോ മനുഷ്യർക്ക് അത് കണ്ണിന് ഇമ്പമായി തീരുന്നു, സുഗന്ധം പരത്തുന്നു. അത് മുള്ളിനിടയിലും ഞെരുങ്ങിക്കൊണ്ട് അത് എത്രയോ ഭംഗിയായി വളരുന്നു. അങ്ങനെയാണ് വളരുന്നു. അനേകരുടെ ജീവിതത്തില്, അനേകരുടെ കണ്ണിന് അത് ഇമ്പമായി തീരുന്നു. ഇതുപോലെയാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലും. ഈ ലോകം ഒരിക്കലും
അനുകൂലമല്ല. ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന് ഈ ലോകം ഒരിക്കലും ഒരു അനുകൂലമോ ഒരു സപ്പോർട്ടോ ഒരിക്കലും ലഭിക്കുകയില്ല. ഈ ലോകം നമുക്ക് ആത്മീകമായി വളരുവാൻ സാഹചര്യം തരികയില്ല. എന്നാലും ആ മുള്ളിനിടയിൽ കൂടെ ആയാലും നമ്മുടെ ആത്മീക ജീവിതം വളർത്തിയെടുക്കുവാൻ നമുക്ക് ഇടയാകണം. ആ റോസാപുഷ്പം പോലെ അനേകർക്ക് സുഗന്ധം പരത്തുവാൻ ഇടയാകണം. അതുപോലെ തന്നെയാണ് നാരങ്ങയും എത്രയോ മുള്ളുകൾക്കിടയിൽ കൂടെയാണ് അത് വളർന്നു വന്ന് ആ നാരങ്ങ എത്രയോ പേർക്കത് ആശ്വാസം പകരുന്നു തന്നുകൊണ്ടിരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഒരു നാരങ്ങയുടെ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നാരങ്ങ നമുക്ക് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മുടെ ദാഹം മാറ്റുന്നു, അനേകരെ അത് തണുപ്പിക്കുന്നു. ഇതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതവും. ഒരു മുള്ളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതവും ഇല്ല എന്ന് വചനം പറയുന്നു. ഈ മുള്ളുകൾക്കിടയിൽ കൂടി നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മുള്ളിനിടയിൽ കൂടെയാണെങ്കിലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് മാത്രമേ നമ്മുടെ മുള്ളുകളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. വിതയ്ക്കപ്പെട്ട വചനമാകുന്ന വിത്ത് അനേകരുടെ ഹൃദയങ്ങളിൽ അത് പകരുന്നുണ്ട്. എങ്കിലും വേണ്ടത്ര രീതിയിൽ അത് വളരുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അത് പലതും പാറസ്ഥലത്ത് വീഴുന്നു, പലതും വഴിയരികെ വീഴുന്നു, പറവകൾ കൊത്തിക്കൊണ്ടു പോകുന്നു. എന്നാൽ മുള്ളിനിടയിൽ വീഴുന്നു, നല്ല നിലത്ത് വീഴുന്നു. എന്നാൽ ഈ മുള്ളിനിടയിൽ നിന്ന് വീണ വിത്ത് പോലെ പലപ്പോഴും ഒരു ഭക്തന്റെ ജീവിതമായി തീരുന്ന അവസ്ഥ നമുക്ക് നോക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലും ഒരു ദൈവ പൈതലായി അനുഗ്രഹിക്കപ്പെട്ടവനായി നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കട്ടെ. എന്നാൽ നമുക്കറിയാം, മത്സ്യം വെള്ളത്തിലാണ് വളരുന്നത്. ആ വെള്ളത്തിൽ വളരുന്ന മത്സ്യത്തിന് ഒരിക്കലും ഉപ്പ് പിടിക്കുകയില്ല, ഉപ്പുണ്ടാകുകയില്ല. ആ മത്സ്യം ചത്തുപോയെങ്കിൽ മാത്രമാണ് അതിന് ഉപ്പുണ്ടാകുകയുള്ളൂ. ആ മത്സ്യം, ജീവനുള്ള മത്സ്യം ഒരിക്കലും ആ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിന് ഉപ്പുണ്ടാകുകയില്ല. അത് ചത്തെങ്കിൽ മാത്രമാണ് അതിന് ഉപ്പുണ്ടാകുകയുള്ളൂ. നമ്മളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മാലിന്യങ്ങളും ഒന്നും ഏൽക്കാതെ വിശ്വസ്തയോടെ നിന്നെങ്കിൽ മാത്രമാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുവാൻ പറ്റുകയുള്ളൂ. ജീവനുള്ള മത്സ്യമായി, ജീവനുള്ള മക്കളായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? നല്ല നിലത്തിൽ വിധിക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേയി നൽകുന്നു. അവൻ മറ്റു അവർക്ക് പറഞ്ഞു കൊടുത്തു. സുഖരാജും ഒരു മനുഷ്യൻ തന്റെ നല്ല നിലത്ത് നല്ല വിത്തുവിത്തിനുള്ള സദസ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിത്ത് പോയി കളഞ്ഞു. ഞാത് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടമന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാന്റെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? നിന്റെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രുക്ക് ഏതാവുന്നു എന്ന് അവനോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പത്തി കെട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്തുള്ള മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പിന്റെ കളപ്പുകളിൽ കൂട്ടിവയ്ക്കാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ, നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 എന്നീ ക്രമത്തിൽ വളർന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നത് ഒന്നുണ്ടെങ്കിൽ അത് സ്വർഗരാജ്യത്തിന്റെ അനുഭവമുള്ളതാണ്. സ്തോത്രം. കർത്താവ് വീണ്ടും പറഞ്ഞത് നല്ല നിലത്ത് വീണ വിത്ത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യൻ തന്റെ വയലിൽ നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാണ്. സ്വർഗരാജ്യത്തിന്റെ സാദൃശ്യം നല്ല വിത്ത് വിതച്ച വിത്തിനോട് സാദൃശ്യമായിട്ടാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല നിലത്ത് വിതച്ചു, അത് കിളർത്തു. കിളർത്തത് കണ്ടിട്ട് വിതച്ചവൻ പോയി സുഖമായി ഒന്ന് ഉറങ്ങി. നമുക്കറിയാം, വിത്ത് വിതയ്ക്കാൻ ചെയ്യേണ്ടതായ ബുദ്ധിമുട്ടുകളും അതിനു വേണ്ടതായ ത്യാഗങ്ങളും ഒക്കെ നമുക്കറിയാം. ആ വിതച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷവും നമുക്കറിയാം. അത് മുളച്ചു വന്നപ്പോൾ അതിനെ മുളച്ചു വരുന്നത് കണ്ടപ്പോൾ വിതച്ചവന് വളരെ സന്തോഷമായി. അവന് ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന്റെ ക്ഷീണം കൊണ്ട് അല്പസമയം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് വിശ്രമിച്ചു. അവനൊന്ന് ഉറങ്ങിപ്പോയി. നമ്മളൊക്കെ ഇന്ന് ക്ഷീണിച്ച് ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെട്ടു വന്നിരുന്ന് ക്ഷീണിച്ച് ഇവിടെ ഇരുന്ന് മയങ്ങുന്നത് പോലെ ആ വിതച്ചവനും ഒന്ന് മയങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ വിത്തിനിടയ്ക്ക് നല്ല നിലത്ത് കൊണ്ടുവന്ന് കിളയും കൂടെ വിതച്ചു. നമ്മൾ ഉറങ്ങുമ്പോൾ ദുഷ്ടൻ കൊണ്ടുവന്ന് നമ്മുടെ വിത്തിനകത്ത് കിള വിതച്ചേച്ച് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും അത് അറിയുന്നില്ല. രണ്ടും കിളർത്തു. കിളർത്തപ്പോൾ വിതച്ചവൻ അറിഞ്ഞില്ല, പക്ഷേ എങ്കിലും വളർന്നപ്പോൾ അറിഞ്ഞു. നല്ല വിത്തിനേക്കാൾ ആക്കത്തിൽ കിള കയറി വന്നു. അപ്പോൾ ഈ ദാസൻ ഓടിച്ചെന്ന് യജമാനനോട് പറഞ്ഞു, യജമാനനെ, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്? അതെ, പിന്നെ ഈ കള എങ്ങനെ കിളർത്തത്? അപ്പോൾ യജമാനൻ പറയുന്നു, എല്ലാവരും ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ കൊണ്ടെന്ന് കള വിതച്ചതാണ്, അതുകൊണ്ടാണ് എന്ന്. നമ്മൾ ഉറങ്ങുമ്പോൾ ദുഷ്ടൻ കൊണ്ടെന്ന് കിള വിതയ്ക്കുമ്പോൾ നമ്മൾ അറിയുകയില്ല. വിശ്വാസ ജീവിതത്തില് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മേല് ദുഷ്ടൻ കൊണ്ടുവന്ന് കിള വിതച്ചാൽ വിത്തിനേക്കാൾ ആക്കത്തിൽ കിള കയറി വന്ന് അതിനെ ഞെരുക്കിക്കളയുന്ന അനുഭവം ഉണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടവരാണ്. കർത്താവ് പറഞ്ഞു, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്ന്. കർത്താവ് നമ്മളോട് ഉറങ്ങുവാനല്ല പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറങ്ങാതെ ഉണരുവാനാണ് പറയുന്നത്. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, വിളക്കിൽ എണ്ണയുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും എല്ലാവരും നമ്മൾ എവിടെ നോക്കിയാലും ഒരു ഉറക്കത്തിന്റെ സമയമാണ് ഇപ്പോൾ. പക്ഷെ ഉറങ്ങുമ്പോൾ നമുക്ക് വരുന്നതായ ഭവിഷ്യങ്ങൾ എന്താണെന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് നാം എല്ലാവരും ഉണരണം എന്നാണ് കർത്താവ് പറയുന്നത്. നിന്റെ നല്ലതിനിടയ്ക്ക് കള വിതച്ചിട്ട് ശത്രു അതിനു മീതെ ആധിപത്യം പുലർത്താതിരിക്കാൻ സ്വർഗരാജ്യത്തിന്റെ അനുഭവം പ്രാപിച്ച മുഴുവൻ ദൈവമക്കളും കള വിതയ്ക്കുവാൻ അവസരം കൊടുക്കാതെ കള ദുഷ്ടൻ വിതച്ചിട്ട് ആക്കത്തോടെ കിളർത്തു വന്നു. നല്ല വിത്തിന്റെ വളമെല്ലാം ഇത് വലിച്ചെടുത്തു. നമ്മളിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ കള വലിച്ചെടുത്ത് നമ്മളെ ഞെരുക്കിക്കളഞ്ഞ് നമ്മളെക്കാൾ ആക്കത്തിൽ അവൻ വളർന്നു വന്ന് നമ്മളെ ഒന്നുമില്ലാതെ ആക്കുന്നതായ ഈ ഉറങ്ങുന്ന അവസ്ഥയില് അങ്ങനെ സംഭവിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ ഒരു സാറ് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയി. കാരണം നമ്മുടെ മക്കളെയൊക്കെ ഈ ചെറുപ്പം തുടങ്ങി വിശ്വാസത്തിലൊക്കെ വളർത്തു കൊണ്ടുവന്നു എങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ അവർ നമ്മളിൽ നിന്ന് വേറെ കൂട്ടുകെട്ടുകളും വേറെ അനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ആ കൂട്ടുകെട്ടിൽ നിന്ന് എത്ര വിശ്വാസമുണ്ടെങ്കിലും നമ്മുടെ മക്കളിൽ ലഭിച്ചതായ ഒരു വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരിക്കലും ഇടയാക്കുകയില്ല. മറ്റുള്ളവരുടെ ദോഷങ്ങളൊക്കെ നമ്മുടെ മക്കൾ സ്വീകരിച്ചിരിക്കാൻ എടുക്കുവാൻ എളുപ്പത്തിൽ സാധിക്കും. കാരണം എപ്പോഴും ഈ നമ്മൾ പോലും നമ്മൾ
നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ചെന്നാൽ ദൈവത്തെക്കുറിച്ചൊരു വാക്ക് പറയുവാൻ, ആ രക്ഷയെക്കുറിച്ചൊരു വാക്ക് പറയുവാൻ, ആ ദൈവത്തെ സ്നേഹത്തെക്കുറിച്ചൊരു വാക്ക് പറയുവാൻ നമുക്കൊന്നും ഒരിക്കലും പറ്റുകയില്ല. നമ്മൾ മടിച്ച് വായടച്ച് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഈ ലോകപരമായ ആ ആളുകളിൽ നിന്ന് പലതും നമ്മളിലേക്ക് പകർത്തിയെടുക്കുവാൻ എപ്പോഴും ഇടയാകും. അതിനാണ് കൂടുതൽ സാധ്യത എന്ന് സാർ എപ്പോഴും വചനം പറയുമ്പോഴും പറയും. അതുകൊണ്ട് നമ്മുടെ മക്കളും നമ്മളും ഒക്കെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്ന് പ്രവർത്തിപ്പാൻ ഈ നാളുകളിൽ കൂടുതൽ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമായൊരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. അവർ യജമാനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ കള പറിച്ചോട്ടെ. ആ കള ഒന്ന് വളർന്നപ്പോൾ അവർ പറഞ്ഞു, കള ഞങ്ങൾ പറിച്ചോട്ടെ. യജമാനൻ പറഞ്ഞു, പറിക്കരുത്, പറിച്ചാൽ മൊത്തം കൂടെ പറഞ്ഞു പോകും. ആ കള പറിച്ചു കളയുവാൻ യജമാനൻ അനുവദിക്കുന്നില്ല. കാരണം കള പറിക്കുമ്പോൾ വിത്തും കൂടെ നശിച്ചു പോകും. നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിൽക്കട്ടെ, കൊയ്ത്ത് വരെ വളരട്ടെ. കർത്താവ് ഇന്ന് വരെ പറിക്കാഞ്ഞത് കൊയ്ത്ത് വരെ വളരുവാൻ അനുവദിച്ചേക്ക് നിർത്തിയേക്കുക. കള പറിച്ചു കളയാതെ ഈ കൊയ്ത്ത് വരെ രണ്ടും കൂടെ വളർന്നു വരുവാൻ കർത്താവ് അനുവദിച്ച് നിർത്തിയേക്കുക. നല്ലതിനിടയും കൂടെ വളർന്നാൽ തൽക്കാലം പറിക്കുകയില്ല. പക്ഷേ യേശു പറയുന്നു, കൊയ്ത്തിന്റെ യജമാനൻ വരും, കൊയ്യാൻ കൽപ്പിക്കും. കൊയ്തു കൂട്ടുന്നതിൽ നിന്ന് നല്ലത് മാത്രം പുരയിലേക്ക് കൂട്ടും, കളയെല്ലാം ഒരുമിച്ച് കൂട്ടി തീയിലിട്ട് കത്തിക്കും. തീയിലിട്ട് കത്തിക്കേണ്ടതായ സമയങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തില് പലതും നമ്മൾ ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് പോകില്ല എന്നുള്ള വിചാരിച്ചാണ് നമ്മൾ പലതും കൂട്ടിവെക്കുന്നത്. പക്ഷെ ഇതെല്ലാം തീരാൻ പോവുകയാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പ്രിയ ദൈവജനമേ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. കർത്താവ് പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം നമ്മുടെ മുൻപില് വരുന്നുണ്ട്. അന്ന് സകല അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയായി പോകുന്ന ഒരു തീ വെളിപ്പെടുവാൻ പോകുകയാണ്. ഒരു പുതിയ വർഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി തരുമ്പോൾ നമ്മള് വ്യക്തികളായി, കുടുംബങ്ങളായി, കൂട്ടായ്മയായി നല്ല സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ ആ കൃപയിൽ കൂട്ടായ്മകളായി വളരുവാൻ, നിലനിൽക്കുവാൻ വരും കാലങ്ങളിൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്